അഹമ്മദാബാദ് തുണിമില്ല് സമരം നടന്ന വർഷം 1918. അഹമ്മദാബാദ് തുണിമില്ല് തൊഴിലാളികളുടെ വേതന വർധനവിനു വേണ്ടി ഗാന്ധിജി നയിച്ച സമരം അഹമ്മദാബാദ് തുണിമില്ല് സമരം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ നിരാഹാര സമരം അഹമ്മദാബാദ് തുണിമില്ല് സമരം. ഖേദ സമരം നടന്നത് 1918. ഗുജറാത്തിലെ ഖേദയിൽ ഉണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ കാർഷിക വിളകൾ വ്യാപകമായി നശിച്ചതിനെ തുടർന്ന് നികുതി ഇളവ് നൽകണമെന്ന കർഷകരുടെ ആവശ്യം ബ്രിട്ടീഷുകാർ നിരസിച്ചതിനെ തുടർന്ന് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം ഖേദസമരം. റൗലറ്റ് നിയമം നിലവിൽ വന്നത് 1919. ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യൻ ജനതയുടെ പൗരാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ നടപ്പിലാക്കിയ കരിനിയമങ്ങളിൽ പ്രധാനപ്പെട്ടത് റൗലറ്റ് നിയമം. റൗലറ്റ് നിയമം ബ്രിട്ടീഷ് സർക്കാരിന് നൽകിയ അധികാരങ്ങൾ: ഏതൊരു ഇന്ത്യക്കാരനെയും വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാം, വിചാരണ ഇല്ലാതെ അനിശ്ചിത കാലം തടവിലിടാം, പ്രത്യേക കോടതികളിൽ രഹസ്യവിചാരണ നടത്താം, കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം. കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്ത ദിവസം 1919 ഏപ്രിൽ 6. റൗലറ്റ് നിയമത്തിനെതിരെയുള്ള സമരത്തിന് നേതൃത്വം കൊടുത്തതിന് അറസ്റ്റിലായ നേതാക്കൾ: ഡോക്ടർ സത്യപാൽ, ഡോക്ടർ സെയ്ഫുദ്ദീൻ കിച്ലു. റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഉണ്ടായ ദാരുണ സംഭവം ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല.